അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയപ്പെട്ട 3-ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികളെ, പരീക്ഷ വളരെ അടുത്തു അല്ലേ? നമുക്ക് 2021 നടന്ന അഖ്ലാഖ് വാർഷിക പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് പരിശോധിച്ച് നോക്കാം. ഞാനിവിടെ എങ്ങനെയാണോ പരീക്ഷാ ഹാളിൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പർ വായിച്ചു തരുക, അതുപോലെ വായിക്കും. ആ സമയത്ത് നിങ്ങൾ ഉത്തരങ്ങൾ എഴുതുക. പിന്നീട് രണ്ടാമത്തെ സെക്ഷനിൽ ഞാൻ ഉത്തരം പറയും. ആ സമയത്ത് നിങ്ങൾക്ക് എത്ര ഉത്തരം ശരിയായി എന്ന് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ സ്കോറ് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. പിന്നീട് നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടമായെങ്കിൽ നിങ്ങൾക്ക് കൂട്ടുകാരിലേക്കൊക്കെ ഷെയർ ചെയ്യാം ഇൻഷാ അല്ലാഹ്. നമുക്ക് ആദ്യ ചോദ്യം വായിക്കാം. ആദ്യത്തെ ചോദ്യം വളരെ സിമ്പിളാണ്. യോജിപ്പിച്ചവ ചേർക്കാം. ഫസ്റ്റ് ഒരു പാരഗ്രാഫ് കാണാം അല്ലേ? ആ പാരഗ്രാഫിലുള്ളതെല്ലാം ഉത്തരങ്ങളാണ്. പരദൂഷണം, സഹായിക്കരുത്, ഏഷണി, അഹ്സനുഹും ഖുലുഖ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഷെയ്ഖ് മുഹിയുദ്ദീൻ, ഇതെല്ലാം ഉത്തരങ്ങളാണ്. ഇനി ഇതിൻ്റെ ചോദ്യങ്ങളോ? ഒന്നാമത്തെ ചോദ്യം നമീമത്ത്, 2 ഗീബത്ത്, 3 ചീത്ത കാര്യങ്ങളിൽ നാം ആരെയും, 4 ഔലിയാക്കളുടെ നേതാവ്, 5 അക്മലുൽ മുഅ്മിനീന ഈമാനൻ, 6 സൽസ്വഭാവത്തിൻ്റെ ഉത്തമ മാതൃകയാണ്. ഈ ചോദ്യങ്ങളുടെ ഉത്തരമെല്ലാം ആ ബ്രാക്കറ്റിലുണ്ട്. ആ ബ്രാക്കറ്റിൽ നിന്നും എടുത്ത് എഴുതുക കേട്ടോ. ഇൻഷാ അല്ലാഹ് ഉത്തരം ഞാൻ ചോദ്യം വായിച്ചിട്ട് പറഞ്ഞുതരും. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. നിങ്ങളെല്ലാവരും ഉത്തരം എഴുതിയിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അവസാനം ഉത്തരം വായിക്കുമ്പോൾ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയെന്ന് നിങ്ങൾ പറയാം കേട്ടോ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പൂർത്തിയാക്കാം. 5 ക്വസ്റ്റ്യനാണുള്ളത്. 5 ക്വസ്റ്റ്യൻ പൂർത്തിയല്ല, അപ്പോൾ അത് പൂർത്തിയാക്കണം. പൂർത്തിയാക്കാം എന്നുള്ളതിൽ ഒന്നാമത്തെ ചോദ്യം, പുരുഷൻ കമിഴ്ന്നും സ്ത്രീ മലർന്നും ഡാഷ് 2, ഉറക്കം ഒരു പകുതി ഡാഷ് 3, പുരുഷവേഷം അണിയുന്ന സ്ത്രീയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഡാഷ് 4, കോപം വരുമ്പോൾ ഡാഷ് 5, നമീമത്ത് ഇബ്ലീസിൻ്റെ ഇഷ്ട ഡാഷ്. ഇതിൻ്റെ ഉത്തരങ്ങൾ നിങ്ങളവിടെ എഴുതി കൊടുക്കുക. ഉത്തരം ഞാൻ ലാസ്റ്റ് പറയും. ഇനി മൂന്നാമത്തെ ചോദ്യം, 2 എണ്ണം വീതം എഴുതുക. ആദ്യത്തെ ചോദ്യം, ഭക്ഷണ മര്യാദകൾ. ഭക്ഷണം കഴിക്കുമ്പോൾ ഒരുപാട് മര്യാദകൾ നാം പാലിക്കണം അല്ലേ? അതിൽ നിന്നും നിങ്ങൾക്ക് അറിയുന്ന 2 എണ്ണം മാത്രം എഴുതുക. രണ്ടാമത്തെ ചോദ്യം, സ്ത്രീകൾക്ക് നിഷിദ്ധമായ കാര്യങ്ങൾ, സ്ത്രീകൾക്ക് ഹറാമായ കാര്യങ്ങൾ എന്തല്ല എന്നുള്ളത്, അതിൽ നിന്നും 2 എണ്ണം എഴുതുക. 3, ഉറക്കിൻ്റെ മര്യാദകൾ. ഉറങ്ങാൻ കിടക്കുമ്പോൾ ചില മര്യാദകളൊക്കെ ഉണ്ടല്ലേ? നേരെ പോയി കിടന്നുറങ്ങില്ലല്ലോ. അതെന്തെല്ലാം, അതിൽ നിന്നും 2 എണ്ണം മാത്രം എഴുതുക. നാലാമത്തെ ചോദ്യത്തിൽ 1, പഠനശേഷി കുറയും എന്ന് ശാസ്ത്രം കണ്ടെത്തിയിട്ടുണ്ട്. ആർക്ക്? പഠിക്കാൻ അവർക്ക് കഴിയൂല എന്ന് ശാസ്ത്രം വരെ കണ്ടെത്തിയിട്ടുണ്ട്. ആരെ കുറിച്ചാണത് പറഞ്ഞത്? എന്ത് സ്വഭാവമുള്ളവർക്കാണ് പഠിക്കാൻ കഴിയാതിരിക്കുക? ഉത്തരം ലാസ്റ്റ് പറയൂ കേട്ടോ. 2, അള്ളാഹു പരലോക ശിക്ഷയിൽ നിന്ന് കാക്കുമെന്ന് ഹദീസിൽ വന്നിട്ടുണ്ട്. അത് ആരെയാണ്? 3, പിശാചിൻ്റെ സ്വഭാവമാണ് ഏത്? 4, മരിച്ച സഹോദരൻ്റെ പച്ച മാംസം തിന്നുന്നതിൻ്റെ തുല്യമായ തെറ്റ് ഏതാണ്? 5 ക്രമത്തിലാക്കാം. ഖാലൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം യൗമൽ ഖിയാമത്തി റദ്ദല്ലാഹു അൻ വജ്ഹി നാറ മൻ റദ്ദ അൻ ഇർളിഹി അഖി. തെറ്റായ ഓർഡറിലാണ്. അത് ശരിയായ ഓർഡറിൽ നിങ്ങൾ എഴുതുക. ആറാമത്തെ ചോദ്യം,
കോളങ്ങൾ പൂർത്തിയാക്കാം. ഞാൻ എന്നും രാവിലെ, നിങ്ങളെന്നും രാവിലെ എന്തെല്ലാം ചെയ്യുക എന്നുള്ളത് ആ കോളത്തിൽ എഴുതുക. അവിടെ 1 കൊടുത്തിട്ടുണ്ട്, മിസ്വാക്ക് ചെയ്യും, പിന്നെ ക്ലാസ് വൃത്തിയാക്കും, ബാക്കിയുള്ളതൊക്കെ നിങ്ങൾ എഴുതുക. അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് നമുക്കുള്ളത്. ഇനി നമുക്ക് ഉത്തരത്തിലേക്ക് കടക്കാം. അതിന് മുമ്പ് നിങ്ങൾ ഈ ചോദ്യത്തിൻ്റെ എല്ലാം ഉത്തരങ്ങൾ നിങ്ങൾ എഴുതിയിട്ടുണ്ടെന്ന് കരുതുന്നു. ഇനി ഞാൻ ഉത്തരം പറയാൻ പോവാണ്. ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമാണ് പറയുന്നത്. അപ്പോൾ ഉത്തരം ശരിയാണ് എന്നുണ്ടെങ്കിൽ ഓരോ ഉത്തരത്തിനും 1 മാർക്ക് വീതം. എല്ലാം ഉത്തരവും ശരിയാണെന്നുണ്ടെങ്കിൽ ടോട്ടൽ 6 ക്വസ്റ്റ്യന് 6 മാർക്കാണ് കേട്ടോ. ചോദ്യം 1, നമീമത്ത് ഏഷണിയാണ് ഉത്തരം കേട്ടോ. നമീമത്ത് എന്ന് പറഞ്ഞാൽ ഏഷണി. 2, ഗീബത്ത്. ഗീബത്ത് എന്ന് പറഞ്ഞാൽ പരദൂഷണം. 3, ചീത്ത കാര്യങ്ങളിൽ നാം ആരെയും സഹായിക്കരുത്. 4, ഔലിയാക്കളുടെ നേതാവ് അശ്ശൈഖ് മുഹിയുദ്ദീൻ. 5, അക്മലുൽ മുഅ്മിനീന ഈമാനൻ അഹ്സനുഹും ഖുലുഖ. 6, സൽസ്വഭാവത്തിൻ്റെ ഉത്തമ മാതൃകയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാം ശരിയാണെങ്കിൽ 6 മാർക്ക് കേട്ടോ. ഇനി രണ്ടാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം പറയാം, പൂർത്തിയാക്കാം. 5 ചോദ്യങ്ങളാണുള്ളത്. 5 ചോദ്യത്തിൻ്റെയും ഉത്തരം ശരിയാണെന്നുണ്ടെങ്കിൽ 10 മാർക്ക്. 1 ചോദ്യം ശരിയാവുമ്പോൾ 2 മാർക്ക് വീതമാണ് മാർക്ക്. 2-ൽ 1, പുരുഷൻ കമിഴ്ന്നും സ്ത്രീ മലർന്നും കിടന്ന് ഉറങ്ങരുത്. 2, ഉറക്കം ഒരു പകുതി മരണമാണ്. 3, പുരുഷവേഷം അണിയുന്ന സ്ത്രീയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശപിച്ചിരിക്കുന്നു. 4, കോപം വരുമ്പോൾ ക്ഷമ പാലിക്കണം. 5, നമീമത്ത് ഇബ്ലീസിൻ്റെ ഇഷ്ടവിനോദമാണ്. 3-ൽ 1, 2 വീതം എഴുതുക. അതായത് ഭക്ഷണം കഴിക്കുമ്പോൾ ഒരുപാട് മര്യാദകളുണ്ട്, അതിൽ നിന്ന് 2 എഴുതുക. 1, വലത് കൈകൊണ്ട് ഭക്ഷണം കഴിക്കുക. പിന്നെ ഇരുന്നിട്ട് കഴിക്കുക. 2 മര്യാദകളായല്ലേ, ഒരുപാട് മര്യാദകളുണ്ട്, 2 നിങ്ങൾ എഴുതുക. ഇനി 3-ൽ 2, സ്ത്രീകൾക്ക് നിഷിദ്ധമായ കാര്യങ്ങൾ, സ്ത്രീകൾക്ക് ഹറാമായിട്ടുള്ള കാര്യങ്ങൾ. 1, സൗന്ദര്യം പ്രദർശിപ്പിച്ചുകൊണ്ട് പുറത്തു പോകൽ, സൗന്ദര്യം പ്രദർശിപ്പിച്ചുകൊണ്ട് പുറത്ത് പോവുക. 2, അന്യപുരുഷന്മാർക്ക് മുമ്പിൽ, അതായത് വീട്ടിലുള്ള ആളുകളല്ല കേട്ടോ, വീട്ടിലുള്ള സഹോദരന്മാരല്ല, അന്യ പുരുഷന്മാർക്ക് മുമ്പിൽ ശരീരം മുഴുവനും മറയാത്ത വസ്ത്രം ധരിക്കുക. ശരീരം മുഴുവനും മറയുന്ന വസ്ത്രം ധരിക്കണം അന്യ പുരുഷന്മാർക്ക് മുമ്പിൽ. അത് 2 കേട്ടോ. 1, സൗന്ദര്യം പ്രദർശിപ്പിച്ചുകൊണ്ട് പുറത്തു പോവുക. 2, അന്യപുരുഷന്മാർക്ക് മുമ്പിൽ ശരീരം മുഴുവനും മറയാത്ത വസ്ത്രം ധരിക്കുക. 3, ഉറക്കിൻ്റെ മര്യാദകൾ. ഉറങ്ങാൻ കിടക്കുമ്പോൾ ഒരുപാട് മര്യാദകളുണ്ടല്ലേ, അതിൽ നിന്നും 2 എഴുതാനാണ് പറഞ്ഞത്. 1, മിസ്വാക്ക് ചെയ്യുക, ഉറങ്ങുന്നതിന് മുമ്പായിട്ട് പല്ല് തേക്കുക. 2, വുളൂ എടുക്കുക. അപ്പോൾ ഒരു ഉത്തരത്തിന് 2 മാർക്കാണ്. ഒരു ക്വസ്റ്റ്യനിൽ തന്നെ 2 ഉത്തരങ്ങളുണ്ട്. അപ്പോൾ ഒരു ക്വസ്റ്റ്യനിലെ 2 ഉത്തരങ്ങളും എഴുതിയിട്ടുണ്ട് എങ്കിൽ 4 മാർക്ക്. ഇനി നമുക്ക് അടുത്ത ചോദ്യം വായിക്കാം. അടുത്തത്
ഉത്തരം എഴുതാം. പഠനശേഷി കുറയും എന്ന് ശാസ്ത്രം കണ്ടെത്തിയിട്ടുണ്ട്. ആർക്ക്? വൈകി ഉറങ്ങുകയും വൈകി എഴുന്നേൽക്കുകയും ചെയ്യുന്നവർക്ക്. വളരെ വൈകിയിട്ട് കിടന്നുറങ്ങുന്നു, വളരെ വൈകിട്ട് തന്നെ എണീക്കുകയും ചെയ്യുന്നു, അവർക്ക് പഠനശേഷി കുറയും. അങ്ങനെയുള്ളവർ പഠിച്ചു കഴിഞ്ഞിട്ടും കാര്യമില്ല, അവർക്ക് തലയിലൊന്നും കയറൂല. അത് ശാസ്ത്രം കണ്ടെത്തിയതാണ്. 2, അള്ളാഹു പരലോക ശിക്ഷയിൽ നിന്ന് കാക്കുമെന്ന് ഹദീസിൽ വന്നിട്ടുണ്ട്. അത് ആരെയാണ്? പരലോക ശിക്ഷയിൽ നിന്നും അള്ളാഹു കാക്കും. ആരെ? ഉത്തരം ദേഷ്യം നിയന്ത്രിച്ചവന്. ദേഷ്യം അങ്ങോട്ട് വരുമ്പോൾ ആ ദേഷ്യത്തിനനുസരിച്ചിട്ട് പ്രവർത്തിക്കാതെ അതങ്ങ് അടക്കി പിടിച്ച് ഇരിക്കുന്നവനക്ക് പരലോക ശിക്ഷ അള്ളാഹു ആ പരലോക ശിക്ഷയിൽ നിന്നും കാക്കും. 3, പിശാച്ചിൻ്റെ സ്വഭാവമാണ് ഏത്? പിശാച്ചിൻ്റെ സ്വഭാവത്തിൽപ്പെട്ടതാണ് ഏത്? ഇടത് കൈകൊണ്ട് തിന്നലും കുടിക്കലും. അത് പിശാച്ചിൻ്റെ സ്വഭാവത്തിൽപ്പെട്ടതാണ്. 3 മാർക്കാണ് കേട്ടോ ഒന്ന് ശരിയായത്. 4, മരിച്ച സഹോദരൻ്റെ പച്ചമാംസം തിന്നുന്നതിന് തുല്യമായ തെറ്റ്. തൻ്റെ സഹോദരന് ഇഷ്ടമില്ലാത്തത് പറയൽ, അതായത് ഗീബത്ത് പറയൽ. ഗീബത്ത് പറയൽ എന്ന് എഴുതിയവർക്കും 3 മാർക്കുണ്ട്. തൻ്റെ സഹോദരന് ഇഷ്ടമില്ലാത്തത് പറയൽ എന്ന് എഴുതിയവർക്കും 3 മാർക്കുണ്ട് കേട്ടോ. 5, അഞ്ചാമത്തെ ക്രമത്തിലാക്കാം. ഇവിടെ ഡിസോർഡർ ആയിട്ടാണ് തന്നത്, നമുക്കത് ക്രമത്തിലാക്കണം, ഓർഡറിലാക്കണം. അതിൻ്റെ ഉത്തരം, അഞ്ചാമത്തെ ഉത്തരം, ഖാലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മൻ റദ്ദ അൻ ഇർളി അഖീഹി റദ്ദല്ലാഹു അൻ വജിഹി നാറ യൗമൽ ഖിയാമ. ഇനി 6, കോളങ്ങൾ പൂർത്തിയാക്കാം. 6-മത്തേത് കോളങ്ങൾ പൂർത്തിയാക്കാം. ഞാൻ എന്നും രാവിലെ ചെയ്യും. എന്തെല്ലാം നിങ്ങൾ രാവിലെ ചെയ്യാതെ അങ്ങോട്ട് എഴുതുക. ഞാൻ കുറച്ച് ഉദാഹരണങ്ങൾ പറഞ്ഞുതരാം. 1, മിസ്വാക്ക് ചെയ്യും. അത് 2 വുളൂ ചെയ്ത് നിസ്കരിക്കും ഇല്ലേ. 3, വൃത്തിയുള്ള വസ്ത്രം ധരിക്കും. 4, മദ്രസയിൽ പോകും. 5, ക്ലാസ്സിൽ വൃത്തിയാക്കും. ഇപ്പോൾ നിങ്ങൾ ഇതന്നെ എഴുതണമെന്നില്ല, നിങ്ങൾ എന്ന് രാവിലെ ചെയ്യുന്ന നല്ല കാര്യങ്ങളായാലും ഉത്തരം ശരിയാണ്. 6 മാർക്കാണ് കേട്ടോ ഇതിന്. ഇതോടുകൂടി അഖിലാക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ ക്ലാസ് ഉപകാരപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, തീർച്ചയായും കൂട്ടുകാരിലേക്കെല്ലാം ഷെയർ ചെയ്യുക. ക്ലാസ് പഠിക്കുന്നത് വരെ വീണ്ടും വീണ്ടും ആവർത്തിച്ച് കാണുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.